يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഇന്ന് ലോകത്ത് പ്രത്യേകിച്ചും ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ ഹദീസിന്റെ ഇൽമ് അത് സജീവമാകാൻ കാരണക്കാരൻ ഇമാം ശാഫിഈ ദഹ്ലവിയാണ്. അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു. എന്റെ വാപ്പ അബ്ദുറഹീം എന്നവരാണ്. വലിയുള്ള എന്നെ വിളിക്കാറുണ്ട്. എന്റെ പേര് അഹമ്മദ് എന്നാണ്. അള്ളാഹു എന്നോടും എന്റെ ഗുരുനാഥന്മാരോടും മാതാപിതാക്കളോടും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പരമ്പരയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിന്റെ സമാഹാരമാണ്. ഇതിന് ഞാൻ അൽ ഫദ്ലുൽ മുബീൻ ഫിൽ മുസൽസൽ മിൻ ഹദീസ് നബിയിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പരമ്പരയായി ഉദ്ധരിക്കപ്പെടുന്ന അതിമഹത്തരമായ അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പേര് വെച്ചിരിക്കുന്നു. അള്ളാഹു ഇതിനെ ഒരുമിച്ച് കൂട്ടിയതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പടച്ചവരിലേക്ക് അടുക്കാൻ കാരണമാകട്ടെ. അള്ളാഹു വളരെ സ്തുത്യർഹനും വലിയ മഹോന്നതനുമാണ്. അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ, ആദ്യത്തെ മുസൽസലായ ഹദീസ്, ആദ്യം പഠിപ്പിച്ച ഹദീസ് എന്ന നിലയിലാണ്. അതായത് ഒരു സഹാബി പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടപ്പോൾ ആദ്യമായി കേട്ട ഹദീസ് ഇതാണ്. അദ്ദേഹത്തിന് ശിഷ്യൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആദ്യം കേട്ട ഹദീസ് ഇതാണ്. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലും കാണും, ഈ വർഷം ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചത് ഹദീസും ഇത് തന്നെയാണ്. മുഴുവൻ മഹാന്മാരും, അവര് ഞങ്ങളുടെ ഉസ്താദ് വരെയുള്ള മുഴുവൻ മഹാന്മാരും ഞങ്ങൾ ഉസ്താദിൽ നിന്ന് ആദ്യമായി പഠിച്ച ഹദീസ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറയുന്ന ഹദീസ് മുസൽസൽ ബിൽ അവ്വലിയ, ആ പരമ്പര കേൾക്കാൻ. ആദ്യം ഇതിൽ മാത്രമാണ് പരമ്പര പറയുന്നത്, ബാക്കിയുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. പരമ്പര ശ്രദ്ധിച്ച് കേൾക്കാൻ. സുവർണ പരമ്പരയാണ്. ആ മഹാന്മാർക്ക് ദുആ ചെയ്ത് സലാത്ത് ചൊല്ലിക്കൊണ്ട് കേൾക്കാൻ. قال الفقير ولي الله عفي عنه قال حدثني السيد عمر من لفظه تجاه قبر النبي صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത ഖബറിന്റെ അരികിൽ വെച്ച് എന്റെ ഉസ്താദ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. وهو أول حديث سمعته منه. ഞാൻ ആദ്യമായിട്ട് കേട്ട ഹദീസ് അതാണ്. قال حدثني جدي الشيخ عبد الله بن سالم البصري قال وهو أول حديث سمعته منه. قال حدثنا الشيخ يحيى بن محمد الشهير بالشاوي قال وهو أول حديث سمعناه منه. قال أخبرنا به الشيخ سعيد بن إبراهيم الجزائري
المفتي الشهير بقدورة قال وهو أول حديث سمعته منه قال أخبرنا به الشيخ محقق سعيد بن محمد المقري قال وهو أول حديث سمعته منه عن الولي الكامل أحمد حجي الوهراني قال وهو أول حديث سمعته منه قال عن شيخ الإسلام العارف بالله تعالى سيدي إبراهيم التازي قال وهو أول حديث سمعته منه قال قرأته على المحدث الرباني أبي الفتح محمد بن أبي بكر بن الحسين المراغي قال وهو أول حديث قرأته عليه قال سمعت من لفظ شيخنا زين الدين عبد الرحيم بن الحسين العراقي قال وهو أول حديث سمعته منه قال حدثنا أبو الفتح محمد بن إبراهيم البكري الميدومي قال وهو أول حديث سمعته منه قال أخبرنا النجيب أبو الفرج عبد اللطيف بن عبد المنعم الحراني قال وهو أول حديث سمعته منه قال أخبرنا الحافظ أبو الفرج عبد الرحمن بن الجوزي قال وهو أول حديث سمعته منه قال أخبرنا أبو سعيد إسماعيل بن أبي صالح النيشابوري قال وهو أول حديث سمعته منه قال أخبرنا والدي أبو صالح أحمد بن عبد الملك المؤذن قال وهو أول حديث سمعته منه എല്ലാ സുവർണ പരമ്പരയാണ്. ഒരു മഹാനെപ്പറ്റി മുഅദ്ദിൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി വലിയ അഭിമാനമാണ്. قال أخبرنا أبو طاهر محمد بن محمد محمش الزبادي قال وهو أول حديث سمعته منه قال أخبرنا أبو حامد أحمد بن محمد بن يحيى البزاز قال وهو أول حديث سمعته بزاز وهو أول حديث سمعناه منه قال حدثنا عبد الرحمن بن بشر بن الحكم قال وهو أول حديث سمعته منه قال أخبرنا سفيان بن عيينة قال وهو أول حديث سمعته منه عن عمرو بن دينار عن أبي قابوس مولى عبد الله بن عمرو بن العاص رضي الله عنهما عن عبد الله بن عمرو بن العاص رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم قال الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. എല്ലാ വലിയ വലിയ മഹാന്മാരാണ്. അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് നിവേദനം ചെയ്ത മഹാനെ പറ്റി മാത്രം മനസ്സിലാക്കി കടുത്ത എതിരാളിയുടെ മകന്റെ മകനാണ് നിവേദനം ചെയ്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത ശത്രുത പുലർത്തിയവർ, എതിര് കാണിച്ചവർ, ഒന്നുകിൽ അവര് തന്നെ തങ്ങളുടെ എളിയ സേവകനായി, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അല്ലെങ്കിൽ മക്കളുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ ഭാര്യ, ഇവരിൽ ആരെങ്കിലും ദീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു വ്യക്തി മഹാനാണ് എന്നതിന്റെ അടയാളവുമാണ് അദ്ദേഹത്തിനോട് ശത്രുത പുലർത്തുന്നവർ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അവര് തന്നെ മിക്കവാറും അവസാനം തൗബ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലവരോട് ശത്രുത പുലർത്താനേ പാടില്ല. വല്ലത് വന്നു കഴിഞ്ഞാലും അത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ അല്ലാഹു ഇങ്ങനെ ഈ രീതിയിൽ മാറ്റിക്കുന്നതാണ്. ആസുബിന് വായിൽ ആദരവായ റസൂലിനോട് കടുത്ത വിരോധം കാണിച്ച മനുഷ്യനാണ്. നാക്കെടുത്താൽ ചീത്ത വിളിക്കുമായിരുന്നു. ഖുർആനിൽ ഇദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ആയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രധാന സഹാബിയായി ഈജിപ്ത് മഹാനഗരങ്ങൾ വഴിയായിട്ടാണ് ദീൻ പ്രചരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ച പ്രേമിയായിരുന്നു. നബി തങ്ങളുടെ സരസിൽ രാവും പകലും കഴിഞ്ഞുകൂടുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. ദീനിന്റെ പരിശ്രമത്തിന്റെ ഫലം ഇതാണ്. ദീനിന്റെ പരിശ്രമം ഒരിക്കലും പാഴാകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ അവർക്ക് മാറ്റമൊന്നും വരികയില്ല. പക്ഷെ അള്ളാഹു തആല അവരുടെ ആളുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പടച്ചവരാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ തബാറക വ തആല. കരുണയുള്ളവരോട് കാരുണ്യവാനായ അള്ളാഹു കരുണ കാട്ടുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. സഹോദരങ്ങളെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന ഹദീസ് ഇതാണ്. ലോകം മുഴുവനും ഇസ്ലാമിനെ പറ്റിയുള്ള ഇന്ന് ആരോപണമാണ്, തീവ്രവാദമാണ്, ശത്രുത പഠിപ്പിക്കുന്നു, മസ്ജിദിൽ ആൾക്കാരുടെ വെറുപ്പ് പഠിപ്പിക്കുന്നു. വെറുപ്പ് പഠിപ്പിക്കുന്ന ആളുകൾ
അവർ ഇസ്ലാമിനെ പറ്റി ആരോപണം ഉന്നയിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിന്റെ ആദ്യത്തെ പാഠം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പാഠം, അത് മനസ്സിലാക്കിയിട്ട് ഈ പാഠം പ്രകടനത്തിന് വേണ്ടിയല്ല, ഈ പാഠം തന്നെയാണ് അവസാനത്തെയും പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. സഹോദരങ്ങളെ, നമസ്കരിക്കണം കേട്ടോ, കീഴിലുള്ളവരോട് നല്ല നിലയിൽ പെരുമാറണം. ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുന്നത്. അർറാഹിമൂൻ, കരുണയുള്ളവർ, മുസ്ലിമിനോട്, അമുസ്ലിമിനോട്, മൃഗങ്ങളോട്, വസ്തുവകകളോട്, മസ്ജിദിനോട്, മദ്രസയോട്, വീടിനോട്, പറമ്പിനോട്, അചേതന വസ്തുക്കളോട് നിങ്ങൾ കരുണ കാണിക്കും. എന്നാൽ പടച്ചവൻ നിങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയുന്നതാണ്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, സഹോദരങ്ങളെ, നിങ്ങൾ കരുണ കാണിക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനസ്സ് കാരുണ്യത്തിന് വേണ്ടിയുള്ളതാണ്, ക്രോധത്തിനുള്ളതല്ല, ശാപത്തിനുള്ളതല്ല, മറ്റുള്ളവരെ നിന്ദിക്കാനും അതുപോലെ നിസ്സാരപ്പെടുത്താനും ഉള്ളതല്ല. കരുണ കാണിക്കും, എല്ലാവരോടും കരുണ കാണിക്കും. 5 പൈസ പോലും ചെലവില്ലാത്തതും എന്നാൽ ഏറ്റവും അമൂല്യമായ ഒരു ഗുണമാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ ലോകത്തിന് വേണ്ടി കാരുണ്യത്തെ ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നു. മുസ്ലിം നന്നാകട്ടെ, അമുസ്ലിം നന്നാകട്ടെ, എന്റെ വീട്ടുകാരൻ നന്നാകണം, നാട്ടുകാരൻ നന്നാകണം, മുഴുവൻ ജനങ്ങളും നന്നാകണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങൾ എല്ലാവരെയും നീ സന്മാർഗത്തിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം കഴിഞ്ഞു. വലതുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും, മുസ്ലിമീങ്ങൾക്കും, മൃഗങ്ങൾക്കും, മനുഷ്യർക്കും എല്ലാവർക്കും ഞാൻ സലാം നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവർക്കും സലാം നേരുന്നു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അള്ളാഹു ഭൂമിയിൽ ഈ സൃഷ്ടിജാലങ്ങളെയും മനുഷ്യരെല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങൾ കോപം വിതറാൻ വേണ്ടിയല്ല, ശത്രുത പകരാൻ വേണ്ടിയല്ല, കരുണ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആകാശത്തുള്ളവർ കരുണ കാണിക്കുക. രണ്ടർത്ഥം. ഒന്ന്, ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന മലക്കുകൾ നിങ്ങൾക്ക് പടച്ചവന്റെ കാരുണ്യമുണ്ടാകാൻ ദുആ ചെയ്യും. വലിയ കാര്യമാണ്. അള്ളാഹുമായ മുഖറബായ മലക്കുകൾ, പടച്ചവനെ, ഈ നിന്റെ സാധുവായ ദാസൻ നിന്റെ അടിമകളോട് കരുണ കാണിക്കുന്നു, പട്ടിയോട് കരുണ കാണിക്കുന്നു, മൃഗങ്ങളോട് കരുണ കാണിക്കുന്നു, നീയും അദ്ദേഹത്തോട് കാരുണ്യം ചൊരിയണമെന്ന് അവർ ദുആ ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ ആശയം, ആകാശത്തിന്റെ അധിപൻ, ആകാശത്തിന്റെ ഉടമസ്ഥൻ, ആകാശ കാര്യങ്ങളെ പോലെ നിയന്ത്രിക്കുന്ന അള്ളാഹു നിങ്ങളുടെ മേൽ കാരുണ്യത്തിന്റെ തേന്മഴ വർഷിപ്പിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് ഈ ഉയർന്ന കർമ്മം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന്റെ രീതിയാണ്, അവനും യാത്ര ചെയ്യും, മറ്റുള്ളവരും യാത്ര ചെയ്യും. പക്ഷെ മുസ്ലിമിന്റെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ആദ്യം മുതൽ അവസാനം വരെ കാരുണ്യമായിരിക്കും. രോഗിയെ കാണുന്നത്, പടച്ചവനെ നീ ഇത് രോഗം മാറ്റിക്കൊടുക്കുക. കടക്കാരനെ കാണുന്നത്, പടച്ചവനെ കടം മാറ്റിക്കൊടുക്കുക. ദുഃഖിക്കുന്നവരെ കാണുന്നു, പടച്ചവനെ ഇവരുടെ ദുഃഖം മാറ്റിക്കൊടുക്കുക. എവിടെയെങ്കിലും കല്യാണം നടക്കുന്നു, വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ, പടച്ചവനെ ഈ മക്കളെ നീ അനുഗ്രഹിക്കുന്നതാകുവേ. അമുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ പോലും കാരുണ്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അമുസ്ലിം ഭാര്യ ഭർത്താവും കൂടി വഴക്കുണ്ടാക്കുന്നു. ആളുകൾക്കിടയിൽ വെച്ച് വഴക്കുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു വഴക്ക് അവർ ആവേശമായിട്ടെടുക്കും. കുറെ കഴിഞ്ഞിട്ട് വഴക്ക് മാറ്റുന്നില്ല. അവരുടെ കുഞ്ഞ് തെറിച്ച് എന്റെ മടിയിലേക്ക് വീണു, കൊച്ചുകുട്ടി. ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങളെന്തോ ഞാൻ വലിയ സന്തോഷിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നത്. എനിക്ക് എന്റെ ഭാര്യയെ മക്കളെയൊക്കെ ഓർമ്മ വരുവാണ്. നിങ്ങൾ ദയവ് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് കേട്ടോ. നാണക്കേടാണ്, ലജ്ജാവഹമാണ്. ഈശ്വരൻ പ്രേമിക്കാനും സ്നേഹിക്കാനുമാണ് ഭാര്യ ഭർത്താവ് ആക്കിയിട്ടുള്ളത്. അവരൊറ്റയടിക്ക് താഴത്തോട്ട് വന്നു. ഞാൻ രണ്ടുപേരും ഹസ്തദാനം ചെയ്യും. മേലിൽ ആരുടെയും മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കിയില്ല, വീട്ടിൽ വഴക്കുണ്ടാക്കിയില്ല. ഇനി വഴക്കുണ്ടായാൽ എത്രയും പെട്ടെന്ന് മാറ്റുമെന്ന് നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞു, അവരോട് പറയാൻ പറഞ്ഞു. അവരങ്ങനെ തന്നെ പറഞ്ഞു, പാവത്തിൽ. ഇതാണ് കരുണ നമ്മൾ ചൊരിയും. ജനങ്ങളോട് കരുണ കാണിക്കും, മൃഗങ്ങളോട് കരുണ കാണിക്കും. അൽ ഹദീസുൽ മുസൽസൽ ബിഖറാഅത്തി സൂറത്തി സഫ്. രണ്ടാമത്തെ ഹദീസ് സൂറത്ത് സഫ് പാരായണം ചെയ്ത പരമ്പരയിൽ കൂടി പാരായണം ചെയ്താണ്. ഇതിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുമുള്ള മഹാത്മാക്കൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സഫ് ഓതി കേൾപ്പിച്ചു. മഹാനായ ഉസ്താദ് അല്ലാമ സഈദ് അഹമ്മദ് പാലൻപൂരി റഹ്മത്തുള്ളാഹി അവർ പറയുന്നു, മുസൽസലാത്തിന്റെ ഹദീസുകളിൽ ധാരാളം ദഈഫുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഇല്ലാത്ത ഹദീസുകൾ പോലും കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ പരിപൂർണ ഉറപ്പുള്ള ഒരു സനദിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് സൂറത്ത് സഫിന്റെ പാരായണമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മഹാനായ ഉസ്താദ് വരെയും അതിനുശേഷം ഉസ്താദ് നമ്മളിലേക്ക് മുഴുവൻ മഹാന്മാരും ഈ ഹദീസ് അങ്ങനെ തന്നെ നിവേദന പരിപൂർണമായ പരമ്പരയാണ്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് കേൾക്കുക. عن عبد الله بن سلام رضي الله عنه وعنهم قال قعدنا نفرا من أصحاب رسول الله صلى الله عليه وسلم فتذاكرنا فقلنا لو نعلم أي الأعمال أقرب إلى الله تعالى لعملناه فأنزل الله عز وجل سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم يا أيها الذين آمنوا لم تقولون ما لا تفعلون قال عبد الله بن سلام رضي الله عنه قرأها علينا رسول الله صلى الله عليه وسلم هكذا. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ആദ്യം ഒരു സാധുവായ നിലയിൽ ജനിക്കുകയുണ്ടായി. പക്ഷെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹം വന്നു. യഹൂദികളെ പോയി കണ്ടു. അവിടുന്ന് പിന്നീട് ക്രിസ്ത്യാനിയായി, ആദ്യം ക്രിസ്ത്യാനിയായി, പിന്നീട് യഹൂദിയായി, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ധാരാളം ആളുകളുടെ അടിമത്തം പോലും സ്വീകരിക്കേണ്ടി വന്നു ഈ സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിൽ. മഹാനവറുകൾ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഏതാനും സഹാബാക്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് പരസ്പരം ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം, നമുക്കത് ചെയ്യാമായിരുന്നു. ഉടനെ അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സൂറത്ത് സഫ്, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുകയുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെയുള്ള മഹാന്മാര് ഈ സൂറത്ത് ഓതി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഓതുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കി. അറിയാവുന്നവർ കൂട്ടത്തിൽ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين يا أيها الذين
الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. സൂറത്ത് സഫ്, ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടി. അതിന്റെ മഹത്വങ്ങളെല്ലാം പറഞ്ഞു. നബിമാരെല്ലാവരും ദീനിന്റെ മാർഗത്തിൽ പോരാടി, പരിശ്രമിച്ചു, ത്യാഗം ചെയ്തു. അവസാനമായി പറയുന്നു അല്ലാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വലിയ പരിശ്രമങ്ങളും വലിയ പോരാട്ടമൊന്നും നടത്താൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം അല്ലാഹുവിന്റെ സഹായികളാകി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സഹായികൾ ആരാണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദീനിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്ന് ചെയ്യാതിരിക്കുന്നു. വല്ലവനും നന്നാകുന്നു, വല്ലവളും നന്നാകുന്നു, ആരെങ്കിലും ഇൽമ പഠിക്കാൻ പോയി, ആരെങ്കിലും ദീനിന്റെ മാർഗത്തിന് പുറപ്പെട്ടു, ആരെങ്കിലും സൽസ്വഭാവത്തിന് കഴിയുന്നു, നിങ്ങൾ അതിനെ നശിപ്പിക്കാതിരിക്കണം. ഒന്നാമത്തെ ഏറ്റവും വലിയ സഹായമാണ് കേട്ടോ, ഏറ്റവും വലിയ സഹായമാണ്, ചെറുതല്ല. രണ്ട്, നിങ്ങളുടെ കഴിവനുസരിച്ച് നാവ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദീനിനെ സഹായിക്കണം. അല്ലാഹു പറയുന്നു നിങ്ങളെ പടച്ചവന്റെ സഹായികളായി സ്വീകരിക്കും. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പടച്ചവന്റെ സഹായികളാകി. മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം തന്റെ അടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് പരിശ്രമിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളിൽ ആര് എന്നെ സഹായിക്കാനുണ്ട്? കുറെ പാവത്തുകൾ, തുണി കഴുകുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പടച്ചവനെ സഹായിക്കാൻ തയ്യാറാണ്. അങ്ങനെ അവർ ദീനിന്റെ പരിശ്രമം നടത്തി. ഈ രണ്ട് പരിശ്രമം, ഒന്ന് ദീനിന്റെ മാർഗത്തിൽ ശല്യമൊന്നും ഉണ്ടാക്കുകയില്ല, രണ്ട് കഴിയുന്നത്ര പരിശ്രമം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാഹചര്യം ഭയങ്കര ദുരന്തമായി. മഹാനവറുകളെ കോടതിയിൽ കയറ്റി കുരിശിലേറ്റ് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടു. അങ്ങനെ മഹാനവറുകളെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. പക്ഷെ ഈ തീരുമാനം പറഞ്ഞ മഹാന്മാര്, ഹവാരിയങ്ങൾ, പാവത്തുങ്ങൾ, അവര് പരിശ്രമിച്ചു, അവർ ത്യാഗം ചെയ്തു. എന്താണ് ഈ രണ്ട് ത്യാഗം? ഒന്ന്, ദീനിന്റെ മാർഗത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. രണ്ട്, കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. സഹോദരങ്ങളെ, ദീനിന്റെ പരിശ്രമം നേരത്തെ പറഞ്ഞതുപോലെ വിളക്കാണ്. വിളക്കിൽ നിന്ന് വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മുമ്പിൽ മാറ്റമുണ്ടാവുകയില്ല, പക്ഷെ അല്ലാഹു തആല ഞാനാണ് നടത്തുന്നത് കാണിക്കാൻ വേണ്ടി വേറെ ആളുകളിൽ മാറ്റമുണ്ടാക്കും. വമ്പിച്ച പരിവർത്തനമുണ്ടായി ഇവർ കാരണം, വലിയ മാറ്റമുണ്ടായി. അവസാനം ഈ മാറ്റം കണ്ട് അമ്പരന്ന ശത്രുക്കൾ എങ്ങനെ ഇവരെ നശിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് അങ്ങനെ പൗലോസ് എന്ന് പറയുന്ന, സാവുൽ എന്ന് പറയുന്ന വ്യക്തി മുമ്പോട്ട് വന്ന് ഈസാ നബിയോടും ക്രൈസ്തവതയോടും ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചതിനെ തലകീഴായി മറിക്കുകയുണ്ടായി. അങ്ങനെയാണ് ക്രിസ്തുമതത്തിൽ മാറ്റം വരുന്നത്. അതിഭയങ്കര മുന്നേറ്റമായിരുന്നു, ശക്തമായ മുന്നേറ്റം. ഇത് കണ്ട് അവർ കൂടിയാൽ എന്ത് ചെയ്യണം? നശിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് സ്നേഹം പ്രകടിപ്പിച്ച് കൊല്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് കടുത്ത വിരോധം കാണിച്ച വ്യക്തിയാണ് പൗലോസ്. ഒറ്റയടിക്ക് അദ്ദേഹം മാറി, ഞാൻ യേശുവിനെ ആകാശത്ത് കണ്ടു, ഞാനങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്, യേശു ദൈവപുത്രനാണ്, ദൈവമാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ തകിടം മറിച്ചത് ഈ വഴിയിൽ കൂടിയാണ്. അല്ലാതെ ഈ മഹാന്മാരുടെ പരിശ്രമത്തിലൂടെ ഒന്നാന്തര മാറ്റമെന്ന് അല്ലാഹു തന്നെ പറയുന്നു. അവർ കാരണമായി ബനൂ ഇസ്രായേലിൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു, വേറൊരു കൂട്ടം ആളുകൾ നിഷേധിച്ചു. അല്ലാഹു തആല ഈമാൻ സ്വീകരിച്ച ആളുകളെ ശത്രുക്കൾക്കെതിരെ സഹായിക്കുകയും അവർ വിജയിച്ച് മുന്നേറുകയും ചെയ്തു. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ ഹദീസുൽ മുസൽസൽ ബിഖൗലി അന ഉഹിബ്ബുക ഫഖുൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട്, ഞാൻ മോനെ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞ ഹദീസ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള മഹാന്മാര് അതേ പരമ്പരയിൽ ഉദ്ധരിക്കുന്നു.
عن معاذ بن جبل رضي الله عنه وعنهم قال قال رسول الله صلى الله عليه وسلم يا معاذ إني أحبك فقل اللهم أعني على ذكرك وشكرك وحسن عبادتك. وفي رواية أوصيك يا معاذ لا تدعن في دبر كل صلاة تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അതിനു മുമ്പുള്ള പരമ്പര പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ പറയണം അല്ലാഹുമ്മ, എല്ലാവരും പറയും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അള്ളാഹുവെ, നിന്നെ അധികമായി സ്മരിക്കാനും നിനക്ക് നന്ദി രേഖപ്പെടുത്താനും നല്ല നിലയിൽ നന്മകൾ പ്രവർത്തിക്കാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പറയും. വേറൊരു നിവേദനത്തിലുള്ളത്, മുആദേ, ഓ എല്ലാ നമസ്കാരത്തിന് ശേഷവും നീ ഇത് പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. റബ്ബേ, നിന്നെ അധികമായി ദിക്ർ ചെല്ലാൻ പടച്ചവന്റെ ഉദവി വേണം, ഇല്ലാതെ പറ്റുകയില്ല. വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ദിക്ർ ചെല്ലത്തില്ല. ദിക്ർ നേരത്തെ പറഞ്ഞ ഒരു ജോലിയും അധ്വാനവും ഇല്ലാത്ത കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ചുണ്ട് പോലും അനക്കേണ്ടതില്ല, ചുണ്ട് പോലും അനക്കേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ സഹായം വേണം. അതുപോലെ നന്ദി രേഖപ്പെടുത്താനും പടച്ചവന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ ദർസ്, പടച്ചവന്റെ അനുഗ്രഹമാണ് ഇൽമ്, പടച്ചവന്റെ അനുഗ്രഹമാണ് ആഹാരം, പടച്ചവന്റെ അനുഗ്രഹമാണ് വെള്ളം. അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാകണം. നമ്മുടെ മഹാനായ ഒരു ഉസ്താദ് ഖാരി അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുമായിരുന്നു. ഉസ്താദ് എന്തുണ്ട് വിശേഷം? ഭയങ്കര അനുഗ്രഹമാണ്, ഭയങ്കര അനുഗ്രഹമാണ്, വലിയ സന്തോഷമാണ്, സംതൃപ്തിയാണ്. ചെറിയ ഒരു മുറിയിടത്രയുള്ള വീടിന്റെ ആളാ പറയുന്നത്. വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്, നന്ദിയില്ല എന്നൊരു പേടിയേ ഉള്ളൂ. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തആല ഉസ്താദിന്റെ അവസാന സമയത്ത് മക്കാ മുക്കറമയിൽ എത്തിച്ചു. അള്ളാഹു നമ്മളെയും എത്തിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ഉസ്താദിന്റെ രഹസ്യ സ്വഭാവം നമുക്കറിയാം. പാതിരാത്രി എഴുന്നേക്കും, തീർച്ചയായിട്ടും തവാഫ് ചെയ്ത് കാണും. സുബഹി നമസ്കാരം കഴിഞ്ഞ് ആൾക്കാർ കൂട്ടത്തിൽ വന്നിരുന്നു. ചായ എപ്പോഴും കുടിക്കുന്ന സ്വഭാവമാണ്. ചായ ഇച്ചിരി കുടിക്കുമ്പോൾ ബാക്കി ഉടനെ നമുക്ക് തന്നെ തരും. എന്നിട്ട് ഇത് തന്നെ പറഞ്ഞു, പടച്ചോ എത്ര അനുഗ്രഹമാണ് ചെയ്തത്, എത്ര അനുഗ്രഹമാണ് ചെയ്തത്, നന്ദിയില്ല നമുക്ക്, അല്ലാഹുവേ നന്ദി രേഖപ്പെടുത്തുന്നു. അവിടെ കിടന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കിടന്ന് മരിക്കുകയുണ്ടായി വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം. ഈ സംഭവം പറഞ്ഞ ഉടനെ ഞാൻ കൂട്ടുകാരോട്, മിക്കവാറും ഉസ്താദ് ഇങ്ങനെയായിരിക്കും മരിച്ചിരിക്കുന്നത്, കറക്റ്റ് അങ്ങനെ തന്നെയാണ്. ഞാൻ അദ്ദേഹം മരിച്ച ഇങ്ങനെ തന്നെയായിരിക്കും. വേറെ വലിയ അത്ഭുതം ഉണ്ടായി സുബ്ഹാനല്ലാഹ് മരണത്തിന്. ഉസ്താദിന് മക്കത്തുള്ള ഇമാമിനോട് ഭയങ്കര സ്നേഹമാണ്. ഷെയ്ഖ് സഊദ് ഷുറൈം എന്ന് പറയും. വളരെ ലളിതമായതിന് ഖുർആൻ ഓതുന്ന വ്യക്തിയാണ്. ബഹളമൊന്നുമില്ല, വളരെ ലളിതമായിട്ട്. അദ്ദേഹത്തിന് ഇമാമത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഉസ്താദ് പോയ ഈ 15 ദിവസവും അവിടുന്ന് വിട പറയുന്ന ദിവസം വരെ അദ്ദേഹം ഇമാമത്ത് നിന്നിട്ടേ ഇല്ല. വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ദാസം മരിക്കുന്ന രേഖകളൊക്കെ ശരിയാക്കി പിറ്റേന്ന് സുബഹിക്ക് ഉസ്താദിന്റെ ജനാസ മസ്ജിദുൽ ഹറാമിൽ എത്തിച്ച് ഇമാമത്ത് നിൽക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം സഊദ് ഷുറൈമാണ് ഇമാമത്ത് നിൽക്കുന്നത്. അദ്ദേഹം വന്ന് ഇമാമത്തിൽ നിന്ന് ഉസ്താദിന്റെ മയ്യത്ത് നമസ്കാരം എത്ര സന്തോഷിച്ച് കാണും. ആ കട്ടിലിൽ കിടന്ന് അദ്ദേഹം എത്ര തുള്ളിച്ചാടി കാണും പടച്ചവൻ. ഇതാണ് നമ്മൾ പടച്ചവൻ നന്ദി രേഖപ്പെടുത്തുന്നത്. അള്ളാഹു അങ്ങനെ മരിപ്പിക്കും നമ്മളെ. ഏതൊരു മനുഷ്യന് ഏതൊരു നന്മയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നിങ്ങൾ മസ്ജിദിൽ തന്നെ കഴിയുന്ന വ്യക്തിയാണോ, അവസാന പള്ളിയിലായിരിക്കും. നിങ്ങൾ മദ്രസയിൽ കഴിയുന്ന വ്യക്തിയാണ്, അവസാനം മദ്രസയിലായിരിക്കും. നിങ്ങൾ നന്മകളിൽ കഴിഞ്ഞ വ്യക്തിയാണ്, അവസാനം ആ നന്മയിലായിരിക്കും നിങ്ങൾ. എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു. ഇനി അവന്റെ നന്മകളിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിച്ചു, നിങ്ങൾക്ക് പറ്റിയില്ല, പക്ഷെ അള്ളാഹു തആല നന്മയിൽ തന്നെ മരിപ്പിച്ച ആളാക്കുന്നതാണ്. ഒരു വ്യക്തി അള്ളാഹുവെ ദീനിന്റെ മാർഗത്തിൽ എനിക്ക് മരിക്കണം, പോരാളിയായി മരിക്കണം, ഷഹീദാകണമെന്ന് ആരെങ്കിലും ദുആ ചെയ്തു? ബുഖാരി ശരീഫത്തിന് ഒന്നാണെന്ന് തോന്നുന്നു. ആത്മാർത്ഥമായിട്ടാണ് ദുആ ചെയ്തതെങ്കിൽ അവനവന്റെ മെത്തയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിലും അള്ളാഹു ഷഹീദിന് കൂലി കൊടുക്കും. ഇതാണ് ദീൻ, സമ്പാദ്യമാണ് ദീൻ. വല്ലതും സമ്പാദിക്കാൻ നോക്കി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് തരണേ. നമ്മൾ നമസ്കരിക്കുന്നു സഹോദരങ്ങളെ, നല്ല നിലയിൽ നമസ്കരിക്കുന്ന സ്വഭാവമുണ്ട്, ചിന്തിച്ചു നോക്കണം. കുളിക്കുന്നത് നന്നാകണം, എനിക്ക് നിർബന്ധമാണ്. ഞാൻ പല്ല് തേക്ക് നന്നാകണം നിർബന്ധം, എന്റെ ഉടുപ്പ് നന്നാകണം. നമുക്ക് എത്ര പേർക്ക് എന്റെ നമസ്കാരം നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. 15-ാം വയസ്സിലെ എന്റെ സൂറത്തുൽ ഫാത്തിഹ തന്നെയാണോ ഇപ്പോഴും 50-ന് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്? ഒരു വയസ്സ് നോക്ക്, നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയാണ്.
ഒന്ന് സാർ എഴുന്നേറ്റ് ചെയ്താൽ കൊള്ളാം, കണ്ടത് നമ്മൾ വെക്കാൻ വേണ്ടിയല്ല. നോക്കി അള്ളാഹു ദീർഘായുസ് ആഫിയത്ത് നൽകട്ട. വയസ്സെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. 2 ഭാര്യമാരുണ്ട്, ധാരാളം മക്കളുണ്ട്. അള്ളാഹുദിനെ കബൂലാക്കുമാറാകട്ടെ. MA LLB ആണ്. മറ്റെന്തായിരുന്നു ഇത്, എന്താ മറ്റേ തരത്തിന്റെ സ്ഥാനം? RDO. അതിന്റെ RDO ആയിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഇൽമ് പഠിക്കാൻ ആഗ്രഹം വന്നു. ഈ മക്കളുടെ കൂട്ടത്തിൽ 2-3 വർഷമായിട്ട് ആ മനുഷ്യൻ കഴിയുകയാണ്. ഈ വർഷം സനത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് സനത് കിട്ടുകയാണ്. സഹോദരങ്ങളെ, ആഗ്രഹം എനിക്കെന്റെ ഖുർആൻ നന്നാക്കണം, എനിക്കെന്റെ നിസ്കാരം നന്നാക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. ഈ ഉസ്താദന്മാരോട് നമ്മൾ ഇരുന്ന് പഠിക്കാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ. എന്തായാലും നമുക്ക് ഇഷ്ടമല്ല സൂറത്തുൽ ഫാത്തിഹ, ഇഷ്ടപ്പെടത്തില്ല നമുക്ക്. ഉസ്താദ് വേറെ അമേരിക്കയെ പറ്റി പറയും, ലണ്ടനെ പറ്റി പറയും, പ്രസംഗം എന്താ അങ്ങനെ പറയും. സഹോദരങ്ങൾ, നമ്മളിൽ എത്ര പേർക്ക് അത്തഹിയ്യാത്ത് അറിയാം, എത്ര പേർക്ക് അത്തഹിയ്യാത്ത് നന്നായിട്ട് അറിയാം. ഹജ്ജിന്റെ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ്. പലർക്കും അത്തഹിയ്യാത്ത് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്, എല്ലാ ബയാന്റെ ആരംഭത്തിലും അത്തഹിയ്യാത്ത് അങ്ങ് ഓതും. എല്ലാവരും കൊണ്ട് ഇതുപോലെ നിങ്ങൾ കൊണ്ട് ഓദിപ്പിച്ചതുപോലെ എല്ലാവരും അത്തഹിയ്യാത്ത് ഓതാൻ പറയും. അങ്ങനെ ഓതി അവസാനം എന്നോട് പല ഹാജിമാരും വന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ അത്തഹിയ്യാത്ത് ഓദിച്ച് ഇപ്പൊ അത്തഹിയ്യാത്ത് പഠിച്ചു. എനിക്ക് അത്തഹിയ്യാത്ത് അറിയില്ലായിരുന്നു. നാണക്കേട് കൊണ്ട് പറയാൻ ഞാൻ. സഹോദരങ്ങൾ, നാണക്കേട്, നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് നാണക്കേട് പറയും. എനിക്ക് വയറ്റുവേദന, അതാണ് വയറ്റുവേദന ഒന്നുമില്ല, ചെറിയ വിരലിന്റെ വേദന ഉണ്ടെന്ന് പറയും. ഇല്ലാത്ത വേദന പോലും പറയും നമ്മൾ. വയറ്റിന്റെ അവിടെ വേദന ഇല്ല, വേദനയുണ്ട്, നിങ്ങൾക്ക് അത്ര അസുഖം ഇല്ല, എന്നാലും വേദന ഉണ്ടെന്ന് പറയും. പക്ഷെ ദീനിന്റെ കാര്യം നമ്മൾ പറയത്തില്ല. സഹോദരങ്ങൾ, നമ്മൾ ഉസ്താദന്മാരെ പഠിക്കും. അതുകൊണ്ട് എല്ലാവരും ഹാഫിദീകളാകുന്ന നീയത്ത് എല്ലാവരും അള്ളാഹുത്തആല ആക്കുവാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങി, 1 ജുസുവേ പഠിച്ചുകൊണ്ട് മരണം സംഭവിച്ചു, അള്ളാഹു ഹാഫിദീകൾ കൊടുത്ത് യാത്രയാക്കും. ദായികളാകാൻ എല്ലാവർക്കും നീയത്തിലൂടെ ഇൻഷാ അല്ലാഹ്. നല്ലതിനെ നമസ്കരിക്കാൻ നീയത്തിലൂടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങൾ പരിശ്രമിക്കും. നല്ല കുടുംബജീവിതത്തിന് പരിശ്രമിച്ചൂടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹ്സനി. മോനെ മുആദേ, എനിക്ക് നിന്നോട് സ്നേഹമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അർഹതയൊന്നുമില്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അല്ലാഹു തആല ഈ സ്നേഹത്തെ വിലമതിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പടച്ചവൻ അധികമായിട്ട് ഓർക്കുന്നതിന്, പടച്ചവൻ അധികമായി ദിക്ർ ചെല്ലുന്നതിന്, അള്ളാഹുവിനെ അധികമായി ഓർക്കുന്നതിന്, അള്ളാഹുവിന് നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ വരവും യാത്രയെല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.